എൻ്റെ പേര് സുരേഷ് ബാബുവാണ്. എനിക്ക് വെള്ളപ്പം ഇഡ്ഡലിയൊക്കെ ചെയ്യുന്ന ബിസിനസ്സായിരുന്നു. ഇപ്പം എൻ്റെ 2 കിഡ്നിയും ഫെയിലിയറാണ്. ഇനി എനിക്ക് കിഡ്നി മാറ്റി വെച്ചാലേ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് 3 മക്കളാണ്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പൈസയില്ല. ഓരോരുത്തർ തന്ന പൈസ കൊണ്ടാണ് ഡയാലിസിന് വരെ പോകുന്നത്. നാളേക്ക് ഡയാലിസിന് പോകണമെങ്കിലും എൻ്റെ കയ്യിൽ പൈസയില്ല. നാളേക്ക് ആരെങ്കിലും തന്നാലേ എനിക്ക് ഡയാലിസിസ് നടത്തതും കൂടി പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കുക. എനിക്കത് എല്ലാവരോടും പറയാനുള്ളൂ. എൻ്റെ അച്ഛന് വയ്യ, 2 കിഡ്നി തകരാറിലായി. 35 ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ വീട് കാരണമല്ല, അച്ഛൻ്റെ ചികിത്സയ്ക്ക് സഹായിക്കണം. നമുക്ക് അച്ഛനല്ലാതെ എന്തെങ്കിലും നിവർത്തിണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീടിലൊന്നും വരില്ല. ഇത് എൻ്റെ ഏട്ടനാണ്. 2 കിഡ്നികളും തകരാറിലായിട്ട് കുറേ നാളായി ചികിത്സയിലാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. കൂട്ടുകാരും അവരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഡയാലിസുകളൊക്കെ നടത്തിപ്പോകുന്നത്. ബിസിനസ് ഞങ്ങൾ ഫുഡ്, ഇഡലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് അതൊന്നും നടക്കുന്നില്ല. അത് കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരുടെയും സഹായം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് 3 മക്കളാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചിട്ടുകയുള്ളൂ. എല്ലാവരും സഹായിക്കണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുലാക്കോട് 8ാം വാർഡിൽ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന സുരേഷ് ബാബുവേട്ടൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ബാബുവേട്ടന് കിഡ്നി പ്രോബ്ലമാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണം എന്നാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ഇവർ കാണിക്കുന്നത്. മുഹമ്മദ് ഇക്ബാൽ ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോണർ പുറമേ നിന്നാണ്. സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് ഏകദേശം 30 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുടുംബത്തിനെന്ന് പറയാൻ ഭാര്യയും അതേപോലെ തന്നെ 3 മക്കളാണ് സുരേഷ് ബാബുവേട്ടന്. ആൾക്ക് വെള്ളയപ്പത്തിൻ്റെയും അതേപോലെ ഇഡ്ഡലിയുടെ ഒക്കെ സപ്ലൈ ആയിരുന്നു. ഈ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരേണ്ട ഒരു കുടുംബമോ അല്ലെങ്കിൽ അത്രയും നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ആൾക്ക് വേണ്ടിയിട്ടൊരു ചികിത്സാ സഹായ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മേപ്പാടം യുവജന കമ്മിറ്റി ബാബുവേട്ടന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഈ കുടുംബത്തിൻ്റെ ഗൂഗിൾ പേയും അതേപോലെ വൈഫ് അമ്പിളി ചേച്ചിയുടെ പേരിലുള്ള ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കുടുംബത്തിന് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇതുവരെയൊക്കെ മേപ്പാടത്തും ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇതുവരെ അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ നാട്ടിലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അത്രയും നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ വരെ വന്നിരിക്കുന്നതെന്നാണ്. കാരണം ഒരാളുടെ മുമ്പിലും കൈ നീട്ടാണ്ട് ഇതുവരെ മക്കളെയും കുടുംബത്തിനെയും നോക്കി അത്രയും ഇതായിട്ട് ജീവിച്ചതാണ്. ഇപ്പോൾ വാടക വീട്ടിലാണ്. വാടക കൊടുക്കാനും ഒരു നേരം ഡയാലിസിസിനാണെന്നുണ്ടെങ്കിലും അതേപോലെ വണ്ടിയിൽ പോകാൻ വരെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ, നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ബാബുവേട്ടന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിന് പഴയ പോലെ ബാബുവേട്ടനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടുകയാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു ഷെയർ ആണെങ്കിലും 1 രൂപയാണെങ്കിലും നല്ലവരായ മുഴുവൻ ജനങ്ങളും ഈ കുടുംബത്തിനെ സഹായിക്കണം. നമസ്കാരം. ഷെലീലാണ്. ചേലക്കര പഞ്ചായത്തിലെ മേപ്പാടം സ്വദേശിയും കുറച്ച് വർഷങ്ങളായി എൻ്റെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാബു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഒരു അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ 2 വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്യുകയാണ്. എൻ്റെയൊക്കെ പ്രവർത്തന മേഖലയായ കാറ്ററിംഗ് മേഖലയിൽ വെള്ളപ്പവും മറ്റും കൊടുത്ത് ഉപജീവന മാർഗം കണ്ടെത്തിയ മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ സ്വന്തമായി വീടോ സ്ഥലം, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല അദ്ദേഹത്തിന് വിറ്റിട്ട് ചികിത്സിക്കാൻ പോലും. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. 2 വൃക്കകളും തകരാറിലാണ്. എത്രയും പെട്ടെന്ന് അത് മാറ്റി സ്ഥാപിക്കണമെന്നതാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം മാറ്റിവെക്കലും തുടർ ചികിത്സയുമായി 30 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്.
എത്ര ചെറുതാണെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹത്തിന് എത്ര ചെറുതാണെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്നും ആ കുടുംബത്തിന് ഒന്ന് താങ്ങാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 8 ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന പ്രിയപ്പെട്ട ബാബുവേട്ടൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ഏകദേശം 2-3-4 മാസക്കാലമായി പലരെയും കണ്ട് സമീപിച്ചുകൊണ്ടാണ് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ഓപ്പറേഷന് മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നത്. ബാബുവേട്ടൻ്റെ ചികിത്സയ്ക്കായി മേപ്പാടം യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കഴിയാവുന്ന എല്ലാവരും ആ അക്കൗണ്ടിലേക്ക്, സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ അയച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് റസാക്ക്. ഞാൻ മേപ്പാടം യുവജന കമ്മിറ്റി സെക്രട്ടറിയാണ്. ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയായ ബാബുവേട്ടൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, വീഡിയോ എടുക്കുന്നതും. ഞങ്ങൾ ഒരു നാട് ഒരുമിച്ച് കൈകോർക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഈ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങളിൽ എല്ലാവരിലും ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് എത്തുകയാണ്. പരമാവധി എല്ലാവരും ബാബുവേട്ടനെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണം. നമസ്കാരം, എൻ്റെ പേര് വിനോദ് പന്തലാടി. ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറും ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചേലക്കര മണ്ഡലം പ്രസിഡൻറ്റുമാണ്. ഈ സുരേഷ് ബാബുവിനെ എനിക്ക് വർഷങ്ങളായിട്ട് ഒരു 10-30 വർഷമായിട്ട് നേരിട്ട് അറിയാവുന്ന ആളാണ്. ഈ നൂൽപുട്ട്, വെള്ളയപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബിസിനസ് ചെയ്തിട്ടാണ് പുള്ളി കുടുംബം പുലർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് അസുഖം ബാധിച്ചപ്പോൾ കിഡ്നിക്ക് ഓപ്പറേഷൻ നടത്തി കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. 30 ലക്ഷം രൂപയാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ തുകയാണെങ്കിൽ അത് ചെറുതല്ല, അത് വലിയ തുക തന്നെയാണ്. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ഈ സുരേഷ് ബാബുവിന് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ തോട്ടുപാലം ജുമാ മസ്ജിദിലെ ഉസ്താദാണ്. നമ്മുടെ പുലാക്കോട് താമസിക്കുന്ന സുരേഷ് ബാബു എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. അതിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുകയും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ദീനിൻ്റെ പേരിൽ പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. ബാബുവിൻ്റെ അവസ്ഥ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കണു. നല്ലൊരു ചിലവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും നല്ലവരായ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാടകയ്ക്ക് വേണം ഇവിടെ താമസിക്കുന്നത്. വാടകക്കാർ അതിൻ്റെ ഉടമസ്ഥൻ വാടക വരെ വാങ്ങുന്നില്ല, അല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ സഹകരണം ഉണ്ടെങ്കിലാണ് അദ്ദേഹത്തിന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എന്തെങ്കിലും ഒന്ന് കൈയഴിച്ച് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത്രയും ഒന്നുമില്ലാത്തൊരു കുടുംബമാണ്. അവൻ്റെ സൂക്കേട് മാറ്റി കിട്ടിയാൽ മതി. അതിന് നിങ്ങൾ കഴിയും വിധത്തിൽ സഹായിക്കുക, നാട്ടുകാരായ എല്ലാവരും.